ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് ഏലംകുളം മനക്കലാണ് ജനിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ കുഞ്ച് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ചു. ആദ്യ പുസ്തകം ജവഹർലാൽ നെഹ്റു, അവസാനത്തെ പുസ്തകം തിരിഞ്ഞു നോക്കുമ്പോൾ. ആര്യ അന്തർജനത്തെ വിവാഹം കഴിച്ചു. 1957 നീലേശ്വരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി. ഏഷ്യയിലെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി. 1967 രണ്ടാം തവണ മുഖ്യമന്ത്രി. 1967 നിലവിൽ വന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ. 1.25 കോടി മലയാളികൾ. കേരളം മലയാളികളുടെ മാതൃഭൂമി. ഗാന്ധിയും ഗാന്ധിസവും. ദ നാഷണൽ ക്വസ്റ്റ്യൻ ഇൻ കേരള. ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഇന്ത്യ അണ്ടർ കോൺഗ്രസ് റൂൾ. കേരള എസ്റ്റർഡേ. പ്ലസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ. ബെർലിൻ ഡയറി, ഏഷ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് പുസ്തകങ്ങളാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് പുസ്തകം എഴുതിയത് മുല്ലശ്ശേരി പ്രസന്നൻ. 1934 ഷൊർണൂരിൽ നിന്ന് പ്രഭാതം എന്ന പത്രം. സുരേന്ദ്രൻ, S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ എന്നിവ ഇദ്ദേഹത്തിന്റെ തൂലികാനാമങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായത് ഇദ്ദേഹമാണ്. തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. നെയ്ത്തുകാരൻ എന്ന സിനിമയുടെ പ്രതിപാദ്യം EMSന്റെ ജീവിതമാണ്. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രിയനന്ദനൻ എന്ന് പറയുന്ന ആളാണ്. കേശവന്റെ വിലാപങ്ങൾ M മുകുന്ദൻ എഴുതിയതാണ് EMSന്റെ ജീവിതം. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി. 1921 പാഠവും മുന്നറിയിപ്പും മലബാർ കലാപത്തിന്റെ 25ാം വാർഷികത്തിൽ എഴുതിയ പുസ്തകമാണ്. 1937 KPCC സെക്രട്ടറി. 1939 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് കേരള നവോത്ഥാനത്തിൽ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.